ഞങ്ങൾ ഈ പശുവിനെ കൊണ്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പശുവിനെ കൊണ്ട് നടക്കണമല്ലോ. ഞാൻ സൈജും കൂടി കുറെ സീൻസ് ഉണ്ട്. ആ ഇതിന്റെ കഥയില് പശു ചാണകം ഇടണം, അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം, ക്യാമറ വെയിറ്റ് ചെയ്യണം, ഡയറക്ടർ വെയിറ്റ് ചെയ്യണം. ഡയറക്ഷൻ ആക്ഷൻ പറഞ്ഞാലൊന്നും പശു അതുകൊണ്ട് നമ്മള് ഇങ്ങനെ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഇവിടെ നിന്ന് ചാണകം തന്നെ വരെ നമ്മളിങ്ങനെ നമ്മള് പശു ചാണകം ഇടാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഒരു സെറ്റ് ഫുള്ള് 10-20 എന്നിട്ട് വേണം ബ്രേക്ക് പറയാനായിട്ട്. വിശക്കുന്നുണ്ട് കുറെ പേർക്ക്, അതുകൊണ്ട് ബ്രേക്ക് പറയുന്നില്ല. ഡയറക്റ്റ് എന്താ ബ്രേക്ക് പറയാത്തത്? പശുവാണ് ബ്രേക്ക് പറയും, എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഉൾപ്പെടെ സെറ്റിൽ ഉൾപ്പെടെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനായിട്ട് പശുവാണ് വിടണം. അങ്ങനത്തെ കഥയും കൂടി ഉണ്ട് ഇതില്. അല്ല, എന്താന്ന് വെച്ചാല് ഇതിന്റെ കഥ ഇറങ്ങണൊക്കെ ഒന്നാമത് ഈ പടത്തിന്റെ പേരിൽ കുറച്ച് ആരോപണങ്ങളൊക്കെ വന്നായിരുന്നു, കോടതിയിൽ കേസൊക്കെ ആയിരുന്നു. അതുകൂടെ ഉണ്ടാകുന്ന കുറെ സംഭവങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പറയുന്നുണ്ട്. അല്ല, ഒരു രസം വെച്ചാല് ഇപ്പൊ ഇവൻ പറഞ്ഞതിന്റെ ഒരു അഡീഷൻ, നമ്മളിങ്ങനെ എല്ലാവരും കാത്തിരുന്നല്ലേ. ഉഷാദ് സാഫ്രോണാണ് ഡയറക്ടർ. അത് പുള്ളി കട്ട് പറഞ്ഞാലേ നമുക്ക് രക്ഷയുള്ളൂ. കുറെ സമയം നോക്കിയിരുന്ന് കട്ട് പറയുന്നില്ല. അവസാനം കട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. കഴിഞ്ഞിരുന്ന മണിക്കുട്ടി പൊറോ ഒരു 5 പ്രാവശ്യം ചാണകം. അതുവരെ മണിക്കുട്ടി പിടിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആർട്ടിസ്റ്റ് മണിക്കുട്ടിയായിരുന്നു. നിങ്ങളൊക്കെ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്താന്ന് വെച്ചാല് ഒരു മൃഗത്തിനെ വയ്ക്കാൻ ഇത് ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പശുവൊന്നും അല്ല. സാധാരണ ഒരു വീട്ടിലൊരു പശുവിനെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഒരു ഷെയ്ഡുള്ള ഈ വൈറ്റിൽ ബ്ലാക്ക് ഷെയ്ഡുള്ള നമ്മുടെ മണിക്കുട്ടിനെ നമ്മൾ വാങ്ങിച്ചതാണ്. ശ്രീനിവാസനും കൂടി പശുവിനെ കൊണ്ട് നടക്കണം ഉണ്ട്. പിന്നെ മനസ്സിനക്കരയിലുണ്ട്, ഡോക്ടർ പശുപതിയിലുണ്ട്. അപ്പൊ ഞങ്ങളിത് ഭയങ്കര സ്നേഹത്തോടെ എല്ലാവരും നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുമല്ലോ, മൃഗങ്ങൾ ദ്രോഹിച്ചിട്ടില്ല, മൃഗങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇതിൽ ഈ കോഴിയൊക്കെ കഥാപാത്രമായിട്ടുള്ളതാണ് ഇതിന്റെ ടൈറ്റിൽ. കോഴിയുണ്ട്. അപ്പൊ ഇതിന് ഭയങ്കര സ്നേഹിച്ചാണ് സെറ്റിലെല്ലാവരും. മരിച്ചുപോയൊരു ശശിധരനുണ്ട്, അദ്ദേഹമാണ് അതിനെ കൊണ്ടുനടക്കലും അതിന് പുല്ല് കൊടുക്കലും അതൊക്കെ അങ്ങനെ കൊണ്ടുനടന്ന് സ്നേഹിച്ചൊരു പശുവാണ്. അപ്പൊ അഭിനയിക്കാനാണെങ്കിൽ അതിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ കുറെ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആക്ഷൻ പറഞ്ഞ പശു അഭിനയിക്കും. അങ്ങനത്തെ കൊണ്ടുനടക്കലേ മാറി. സൈജു ആണ് ഇതിനെ കയറിലൊക്കെ പിടിക്കണം എന്നൊക്കെ സജുവാണ്. സജു ഇങ്ങോട്ട് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ സജുവിൻ്റെ കൂടെ പോകാനാണ്. സജുവിനെ അതിന് വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. ഷൈ ഫ്ലാറ്റിലായതുകൊണ്ടാണ്. ഷൈ വല്ല വീട്ടിലാണെങ്കിൽ കൊണ്ടുപോയാനെ. അത്ര ഇഷ്ടമാണ്. റിംഗ് മാസ്റ്റർ സിനിമയ്ക്കകത്ത് കോമഡി ആയിട്ട് ഡയാനയ്ക്ക് അവാർഡ് കൊടുക്കുന്ന പോലെ നമ്മുടെ മണിക്കുട്ടിക്ക് കൊടുക്കേണ്ടി വരുമോ? തീർച്ചയായും കൊടുക്കേണ്ടി വരും. മൃഗങ്ങൾക്ക് അവാർഡ് കൊടുക്കണം. ഈ സർക്കാർ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഹാസ്യ നടന്മാർക്കുള്ള സംസ്ഥാന അവാർഡ് നിർത്തലാക്കി. അപ്പൊ നമ്മളൊക്കെ ഒന്ന് ഹാസ്യ നടനായിട്ട് ഇങ്ങനെ വന്യമുള്ളായിരുന്നു. അപ്പൊ തന്നെ ആ അവാർഡ് നിർത്തലാക്കി. പിന്നെ ഇനി വേറെ അവാർഡ് മേടിക്കാനായിട്ട് പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാല് മൃഗങ്ങൾ നന്നായിട്ട് അഭിനയിക്കുന്ന പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ, വാലാട്ടി ദേവന്റെ സിനിമയാണ് ഒരുപാട് സിനിമകൾ. അപ്പൊ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ ഈ സിനിമയിൽ ട്രെയിൻഡ് അല്ല മണിക്കുട്ടി. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മണിക്കുട്ടി ഇതിനകത്ത് നമ്മളുടെ കൂടെ ഒരു ആർട്ടിസ്റ്റാണ്. ആ മണിക്കുട്ടി ഇല്ലേ, ഇപ്പൊ നമ്മൾ ബാക്കിയെല്ലാം അടിയാകുമ്പോഴത്തേക്ക് മണിക്കുട്ടി കൊണ്ടുവരും. സുജിത് രാഘവ് എന്നാണ് ഇതിന്റെ ആർട്ട് ഡയറക്ടർ. സുജിത്തിന്റെ കൂടെയുള്ള ഒരാളാണ് ശശിചേട്ടൻ. ഒരുപാട് സിനിമകൾ, ഇപ്പൊ എന്റെ ഈശോ ഒരുപാട് സിനിമകൾ ചെയ്ത ആളാണ് ശശിചേട്ടനാണ് ഈ പശുവിനെ ഈ മണിക്കുട്ടി ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ മണിക്കുട്ടിയെ കൊണ്ട് ശശിചേട്ടൻ കൊണ്ടുവരും. എന്നിട്ട് ഈ കയറ് കൊണ്ട് സൈജിന് കൊടുക്കും. പിന്നെ ഷോട്ടിൽ ശശിചേട്ടനില്ല, പിന്നെ സൈജുവും ഈ പശുവും കൂടിയാ. പക്ഷെ സൈജുവും മണിക്കുട്ടിയും കൂടെയുള്ള ആദ്യത്തെ ഒരു 3-4 ദിവസമേ പ്രശ്നമുള്ളൂ. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നത് സൈജുവിനേക്കാൾ നന്നായി മണിക്കുട്ടി ആക്ടിങ് ആണ്. സൈജുവിന്റെ പ്രതിഫലത്തിൽ നിന്ന് പകുതി മണിക്കുട്ടി കണ്ണിലൊക്കെ ആ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കണ്ണിലൊക്കെ ആക്ടിങ് ആണ്, കണ്ണിലൊക്കെ ആക്ട് ചെയ്യും.
അത്രയും ഗംഭീരമായിട്ട് നമ്മളെ കൂടെ നിന്നൊരാൾ. അപ്പോൾ നമ്മൾ സെൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇവൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ മൃഗങ്ങളെ ദ്രോഹിക്കാൻ പാടില്ല. ഇപ്പോൾ മണിക്കുട്ടിയുടെ അതേ രൂപത്തിൽ നമുക്കൊരു ഡമ്മിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡമ്മിയെ വയ്ക്കും. അപ്പോൾ അതായത് ചില കാര്യങ്ങൾ മൃഗങ്ങൾക്ക് ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഡമ്മിയെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഡമ്മിയേക്കാൾ ഡമ്മി വരുമ്പോൾ എന്തിനാ ഡമ്മി, ഞാനിവിടെ നിൽക്കല്ലേ എന്ന് മണിക്കുട്ടി പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം മണിക്കുട്ടി കൂടെ ഉണ്ട്. ഞങ്ങൾ സെറ്റിൽ വാങ്ങിയ ആളാണ്. സെറ്റിൽ ഞങ്ങളുടെ കൂടെ സത്യം പറഞ്ഞാൽ 28 ദിവസം കാസർഗോഡ് നീലേശ്വരത്ത് തന്നെ ഷൂട്ടിങ്. ഈ ഷൂട്ടിങ്ങിൽ രാവിലെ കുടിക്കുന്ന ചായ, അതിൻ്റെ പാല് മണിക്കുട്ടിയുടെ പാലാണ്. അത്രയും പറയാം. 28 ദിവസം മണിക്കുട്ടി നിങ്ങളുടെ കൂടെ മണിക്കുട്ടി 28 ദിവസമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ ആള് തന്നെ വാങ്ങിക്കൊണ്ടുപോയി. ഇല്ല, ഞങ്ങൾ ഷൂട്ട് ചെയ്ത വീട്ടിലെ ആള് മണിക്കുട്ടിയോട് ചോദിച്ചു, പക്ഷെ കൊടുത്തില്ല. നടൻ വിനീതില്ലേ, നഗക്ഷതകളിലേക്കുള്ള അദ്ദേഹത്തിന്റെ തറവാട്ടിലാണ് രാഹുൽ മാധവിന്റെ തറവാടായിട്ട് ഷൂട്ട് ചെയ്തത്. അവിടുത്തെ ആള് ചോദിച്ചു, പക്ഷെ ഞങ്ങൾക്ക് മണിക്കൂട്ടിനെ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങള് പിന്നെ ചിത്ര നായർ എന്ന് പറയുന്ന ഒരു അഭിനേത്രി ഉണ്ട് നമ്മൾ ഈ സിനിമയില്. ഇപ്പൊ മിണ്ടാണ്ടിരിക്കാണ്. വെറുതെ ആ പശുവിനെ കിട്ടുമോന്ന് വെറുതെ ചോദിക്കായിരുന്നു, ഇത് കൊണ്ടുപോയില്ല അല്ലേ?